ട്രെൻഡിയും ഫാഷനബിളുമായുള്ള വസ്ത്രങ്ങൾ 100% ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അറ്റ്ലസ് ഫാഷനിൽ നിന്നും ഇപ്പോൾ പർച്ചേസ് ചെയ്യൂ. കൈ നിറയെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കാം. അറ്റ്ലസ് ഫാഷൻ, മിനർവ പടി, നിലമ്പൂർ. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ട്രേഡ് യൂണിയൻ പ്രവർത്തകനും മുൻ നിയമസഭാ സാമാജികനുമായിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ 57ാം രക്തസാക്ഷി വാർഷിക ദിനാചരണം ഞായറാഴ്ച ചുള്ളിയോട്ടിൽ നടക്കും. പരിപാടിയുടെ ഭാഗമായി പ്രകടനം, പൊതുസമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കും. CPM നേതാവായിരുന്ന കുഞ്ഞാലി സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കായി നിരന്തരം പോരാടിയ വ്യക്തിയായിരുന്നു. മലപ്പുറം ജില്ലയിലെ പ്രത്യേകിച്ച് ഏറനാട്, നിലമ്പൂർ മേഖലകളിലെ കർഷക തൊഴിലാളികൾക്കിടയിലും തോട്ടം തൊഴിലാളികൾക്കിടയിലും അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിൽ ജന്മിത്തത്തിനെതിരെയും തൊഴിലാളി ചൂഷണത്തിനെതിരെയും അദ്ദേഹം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. 1965ലും 1967ലും ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1969 ജൂലൈയിലാണ് രാഷ്ട്രീയ എതിരാളികളാൽ ചുള്ളിയോട്ടിൽ വെച്ച് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമായിരുന്നു അത്. അദ്ദേഹം വെടിയേറ്റ് മരിച്ച ചുള്ളിയോടിൽ വെച്ചാണ് 57ാം രക്തസാക്ഷി വാർഷിക ദിനാചരണം ഞായറാഴ്ച വിപുലമായി സംഘടിപ്പിക്കുന്നത്. രാവിലെ പതാക ഉയർത്തും. വൈകിട്ട് 5-ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, നാസർ കൊളായി തുടങ്ങിയ നേതാക്കൾ സംബന്ധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. സഖാവ് കുഞ്ഞാലിയുടെ 57ാം രക്തസാക്ഷി ദിനം നാളെ ജൂലൈ 26-ന് ചുള്ളിയോട് സംഘടിപ്പിക്കപ്പെടുകയാണ്. ചുള്ളിയോട് നടക്കുന്ന പരിപാടിയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് MV ജയരാജൻ, അതുപോലെ നാസർ കൊളായി തുടങ്ങിയവർ സംബന്ധിക്കും. നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു പ്രകടനവും പൊതുസമ്മേളനവും ഇതുമായി ബന്ധപ്പെട്ട് ചുള്ളിയോട് സംഘടിപ്പിക്കപ്പെടുകയാണ്. ചുള്ളിയോട് മാത്രമല്ല, കുഞ്ഞാലി വെടികൊണ്ട് വീണ 26-നാണ് ചുള്ളിയോട് സംഘടിപ്പിക്കുന്നത്. അതൊരു പ്രതിഷേധ യോഗം എന്നുള്ള രൂപത്തിലാണ് ചുള്ളിയോട് സാധാരണ സംഘടിപ്പിക്കുക. 27-ാം തീയതി നിലമ്പൂരും ഇതുപോലെ സഖാവ് P ജയരാജൻ, സഖാവ് PM മാർഷോ തുടങ്ങിയവർ പങ്കെടുക്കുന്ന പരിപാടി നിലമ്പൂരിലും സംഘടിപ്പിക്കപ്പെടുക 27-ന്. 28-ന് കാളികാവിൽ സഖാവ് കുഞ്ഞാലിയുടെ മൃതശരീരം മറവ് ചെയ്ത കാളികാവിൽ 28-ാം തീയതിയും പരിപാടി സംഘടിപ്പിക്കുക. ഈ രൂപത്തിൽ നിലമ്പൂർ മണ്ഡലത്തിലാകെ പ്രത്യേക പരിപാടി എന്ന രൂപത്തിലാണ് സഖാവ് കുഞ്ഞാലിയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ 28-ാം തീയതി രാവിലെ പ്രഭാതപേരിയും പതാക ഉയർത്തലും കുഞ്ഞാലിയുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് തുടർ പരിപാടി എന്ന രൂപത്തിൽ സംഘടിപ്പിക്കുന്നു. നമുക്കറിയാം, സഖാവ് കുഞ്ഞാലി മണ്ണില്ലാത്തവർക്കൊരു പിടി മണ്ണും പാവങ്ങൾക്കൊരു ചെറ്റക്കുടിലും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് കിഴക്കൻ ഏറനാട്ടിൻ്റെ മണ്ണിൽ ഈ വിപ്ലവ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ നൂറുകണക്കിന് ആളുകളെ ഭൂമിയുടെ അവകാശികളാക്കി, നിയമത്തിൻ്റെ പിൻബലമില്ലാതെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകൾക്ക് ഭൂമി ഒരുക്കി കൊടുത്ത നേതാവാണ് സഖാവ് കുഞ്ഞാലി. ഇന്ന് സഖാവ് കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം കേരള സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും സ്ഥലവും ലഭ്യമാക്കാൻ കഴിയുന്ന നിയമനിർമ്മാണവും നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു നമ്മൾ കുഞ്ഞാലിയുടെ 57ാം വാർഷികം ആചരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നിലമ്പൂർ മേഖലയിലെ, പ്രത്യേകിച്ച് നമ്മുടെ അമരമ്പലം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ സഖാക്കളെയും, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതേതര വിശ്വാസികളെയും ചുള്ളിയോട്ടിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA, ഒരു ജനപ്രതിനിധി വെടിവെച്ച് കൊല്ലപ്പെടുന്നത്. അത് ചുള്ളിയോട് വെച്ചാണ്. അതുകൂടെ ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും സ്വാഗതം. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.